ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനന്തമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ കാണുക റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 12-ാം തിരുവചനമാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് എടുത്തു പറയുന്നത്. ഒന്ന്, പ്രത്യാശയിൽ സന്തോഷിക്കുക. നമുക്ക് വരാൻ പോകുന്ന സൗഭാഗ്യത്തെ കണ്ടുകൊണ്ട് നമ്മളെപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം. എന്താണ് സൗഭാഗ്യം? സ്വർഗീയ സൗഭാഗ്യം. നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന, നമ്മൾ ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ദൈവം സാധിച്ചു തരും എന്നുള്ള പ്രത്യാശയുണ്ട്. അപ്പോൾ പ്രത്യാശയിൽ നമ്മൾ സന്തോഷിക്കണം. രണ്ടാമതായി പറയുന്നത്, നമ്മൾക്കുണ്ടാകുന്ന ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കും. നമ്മൾക്ക് ക്ലേശങ്ങളുണ്ടാകാം. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ക്ലേശങ്ങളുണ്ട്. ഈ ക്ലേശത്തിൽ നമ്മൾ തകർന്നു പോകാതെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ക്ലേശത്തിലൂടെ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നൊരു ചിന്ത നമുക്കുണ്ടാകട്ടെ. അപ്പോൾ ക്ലേശങ്ങളിൽ നമ്മൾ സഹിച്ചുകൊണ്ട് മുന്നേറേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായി അവിടുന്ന് പറയുന്നത്, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും പ്രാർത്ഥനയിൽ നകന്നു പോകാതെ, ദൈവ സാന്നിധ്യത്തിൽ നകന്നു പോകാതെ, ദൈവത്തിൻ്റെ തിരുമുഖത്ത് നിന്ന് കേൾക്കുവാനും അവിടുത്തെ കേൾക്കുന്ന തിരുവചനങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമുക്ക് ശ്രദ്ധിക്കാം. അതിനായ ദൈവം നമ്മുടെ ഏവരെയും പ്രാർത്ഥന കേട്ട് നമ്മൾ നിരന്തരം അനുഗ്രഹിക്കുന്നവരാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയം ഉറപ്പിക്കുന്നതാണ്. ഒരു സ്നേഹമുള്ള, അനുസരണയുള്ള ഒരു നായ യജമാനൻ്റെ മുഖത്തേക്ക് എപ്പോഴും നോക്കിയിരിക്കുന്നത് പോലെ നമ്മളും ദൈവസന്നിധിയിൽ തിരുമുഖത്തേക്ക് നോക്കിയിരുന്ന് അവൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാനും അത് പാലിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. എന്ന് പറയുന്നത്, എൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർത്ത് വെക്കുന്ന ഒരവസ്ഥയാണ്. സഭാപിതാക്കന്മാരും വിശുദ്ധരൊക്കെ പറഞ്ഞു വെക്കുന്നത് അപ്രകാരമാണ്. ദൈവത്തിൻ്റെ ഭാഷ, ഹൃദയത്തിൻ്റെ ഭാഷ വ്യക്തമായി മനസ്സിലാക്കുകയും അതിന് പ്രത്യുത്തരം കൊടുക്കുകയും ചെയ്യുന്നതാണ്. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാൻ, പ്രാർത്ഥനയിൽ നിന്ന് ഒരിക്കലും നമ്മൾ മാറിപ്പോകരുത്. വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്, സമൂഹമായ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ സഭയുടെ പ്രാർത്ഥനകളുണ്ട്. എല്ലാ പ്രാർത്ഥനകളിലും സജീവമായ പങ്കാളിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറയാം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ ഓർക്കാം. കർത്താവേ, ഹോസ്പിറ്റലിലായിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, ഗർഭിണികളായിരിക്കുന്നവരുണ്ട്. കർത്താവേ, അവർക്കൊന്നും യാതൊരു കുഴപ്പം കൂടാതെ സന്തോഷകരമായി ജീവിക്കുവാനും അവരുടെ രോഗങ്ങൾ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുവാനും ഉദരശിശുക്കളെ അനുഗ്രഹിക്കുവാനും നാഥാ നീ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവമേ അവിടുത്തെ ആത്മാവിനെ അയച്ച് അവരെ അനുഗ്രഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.